അസ്സലാമലൈക്കും അങ്കിൾ. വാലൈക്കും അസ്സലാം അബു. അങ്കിൾ, എനിക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. നോമാൻ ബിൻ മുഖരീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ തിരഞ്ഞിട്ട് കാണുന്നില്ല. ഇൻഷാ അല്ലാഹ്, നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. നോമാൻ ബിൻ മുഖരീം റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു നോമാൻ ഇബ്ൻ മുഖരീം റളിയല്ലാഹു അൻഹു. യസ്രമിന്റെ പ്രാന്തപ്രദേശത്ത് താമസിച്ചിരുന്ന അൽ മസീന ഗോത്രത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണപ്രകാരം ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പെട്ടതായിരുന്നു അദ്ദേഹം. അദ്ദേഹം മദീനയിലെ ഒരു അൻസാറായിരുന്ന ഉബൈദ് ബിൻ ഓസിന്റെ മകനായിരുന്നു. ഉബൈദ് ബിൻ ഓസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ 4 പേരെ പിടികൂടി ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്നു. നോമാൻ ഇബ്ൻ മുഖരീം റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് മതിപ്പ് തോന്നുകയും ചെയ്തു. നോമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗോത്രവർഗത്തിലെ ഒരു പ്രമാണിയും വലിയ സ്വാധീനമുള്ള വ്യക്തിയുമായിരുന്നു. ഒരു വൈകുന്നേരം അദ്ദേഹം തന്റെ ഗോത്രത്തിലുള്ള മുതിർന്നവരോടും മറ്റുള്ളവരോടുമൊപ്പം ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, ഞങ്ങൾ പ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നന്നായി പഠിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യം കരുണ, ദയ, നീതി എന്നിവയല്ലാതെ മറ്റൊന്നുമല്ല. ജനങ്ങൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുമ്പോൾ നമ്മൾ എന്തിന് ഇവിടെ തന്നെ നിൽക്കണം? ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേരാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നു. അതിരാവിലെ ഞാൻ പുറപ്പെടും. എന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവർ തയ്യാറായിരിക്കുക. നോമാൻ റളിയല്ലാഹു അൻഹു അവരുടെ ഗോത്രത്തിലെ പ്രമാണി ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ നോമാൻ ഇബ്ൻ മുഖരീം റളിയല്ലാഹു അൻഹുവും 10 സഹോദരന്മാരും അൽ മസീനയുടെ 400 കുതിരക്കാരും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുമായി മദീനയിലേക്ക് പോകാൻ തയ്യാറായി. പ്രവാചകനെ പോലെ മഹാനായ ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. യസ്രമിൽ വരൾച്ചയുടെയും ക്ഷാമത്തിന്റെയും സമയമായിരുന്നു അത്. ജനങ്ങളുടെ കന്നുകാലികളും കൃഷിയുമെല്ലാം നശിച്ചു. എങ്കിലും അവർ തങ്ങളുടെ കൂടെയുള്ള ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുകയും അവർ നൽകിയ ആടുകളുമായി യാത്ര പുറപ്പെടുകയും ചെയ്തു. അവർ ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി. അവർ മദീനയിലെത്തി പ്രവാചകനെ കണ്ടു. പ്രവാചകന്റെ സാന്നിധ്യത്തിൽ നോമാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇസ്ലാം മതം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരുകയും വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു. നോമാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ അനുയായികളും മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ മുഴുവനും അവരുടെ വരവിനെ ആവേശത്തോടെ സ്വീകരിച്ചു. ഇതിനു മുൻപൊരിക്കലും ഒരു കുടുംബത്തിൽ നിന്നും 11 സഹോദരങ്ങൾ, അതും മറ്റു 400 പേർക്കൊപ്പം ഒരുമിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സന്തുഷ്ടരായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോടെയുള്ള പരിശ്രമത്തെ അഭിനന്ദിക്കുകയും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തു. നോമാൻ ബിൻ മുഖരീം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുകയും പൂർണ്ണമായി ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രചാരണങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വലിയ പടയാളികളുമായിരുന്നു. ഹദ്സിയ യുദ്ധത്തിനു മുൻപ് ഇസ്ലാമിക ഭരണകൂടം ഇറാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രതിനിധി സംഘത്തെ ഇറാനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുഖ്യ വക്താവായി നോമാൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തു. അവർ അവിടെ എത്തി ചക്രവർത്തിയെ കണ്ടു. അവർ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ നോമാൻ ബിൻ മുഖരീം റളിയല്ലാഹു അൻഹു ചക്രവർത്തിയോട് അള്ളാഹുവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. നോമാൻ ബിൻ മുഖരീം റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം ഇറാൻ ചക്രവർത്തിയെ രോഷാകുലനാക്കി. അദ്ദേഹം വളരെ രോഷാകുലനായിക്കൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു, രാജപ്രതിനിധികളുടെ അവകാശങ്ങളെ ബഹുമാനിക്കാൻ
ഞാൻ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. തുടർന്ന് അദ്ദേഹം ഇറാനിയൻ സുൽത്താനേറ്റിന്റെ അതിർത്തിയിൽ നിന്നും പ്രതിനിധി സംഘത്തെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ കഴുത്തിൽ മണ്ണ് നിറച്ച ഒരു ബാഗ് കെട്ടിത്തൂക്കിയിട്ടു. യുദ്ധത്തിനെതിരായി ചക്രവർത്തി താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഖദസിയയുടെ കിടങ്ങിൽ അവരെയും അവരുടെ നേതാവിനെയും കുഴിച്ചുമൂടുമെന്ന്. അവർ മണ്ണ് നിറച്ച ബാഗും എടുത്ത് സേനാധിപതി സാദ് ബിൻ അബി വഖ്സിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, വിജയത്തിനുള്ള ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക. ശത്രുക്കൾ സ്വമേധയാ തങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. പേർഷ്യൻ സൈന്യവുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പ്രവാചകന്റെ സൈന്യം വിജയിച്ചു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് സമതലങ്ങളിലേക്ക് മുന്നേറ്റം നടത്തുവാൻ ഈ വിജയം ഇസ്ലാമിനെ വഴിയൊരുക്കി. പ്രവാചകന്റെ അനുയായികൾ ഇപ്പോഴും ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണി നേരിടുകയാണ്. ഒരിക്കൽ 1,50,000 വരുന്ന പേർഷ്യൻ സൈന്യം അവരെ ആക്രമിക്കാനായി പടയൊരുക്കം നടത്തുന്നതായി ഉമർ റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിച്ചു. മദീന വിട്ടു പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. എന്നാൽ മദീനയിലെ പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തെ എതിർത്തു. പകരം ഈ ഭീകരമായ സാഹചര്യം നേരിടാൻ സൈന്യത്തെ സന്നദ്ധമാക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നൊമാൻ ബിൻ മുഹാരിൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന്റെ നേതാവായി നിയമിച്ചു. യുദ്ധത്തിനിടയിൽ പിന്തുടരേണ്ട തന്ത്രങ്ങളെ കുറിച്ച് അദ്ദേഹം തന്റെ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകി. ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. യുദ്ധത്തിനു മുൻപ് അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അവർക്ക് ആത്മവിശ്വാസം നൽകി. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, നമ്മുടെ ആളുകൾക്ക് അള്ളാഹു വിജയം വരിച്ചു കൊടുക്കട്ടെ. യുദ്ധത്തിൽ മുസ്ലിം ശക്തികൾ വിജയം നേടി. പേർഷ്യക്കാർക്ക് ഒരിക്കലും അവരുടെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ വിജയത്തെ വിജയികളുടെ വിജയം എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ വിജയത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടി എല്ലാവരും നൊമാൻ ബിൻ മുഹാരിൻ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ നൊമാൻ ബിൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാക്കുകയും ഒരു വെളുത്ത തുണി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരം മൂടുകയും ചെയ്തു. നിഹാവന്ത് യുദ്ധത്തിന് 2ാം ഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഷഹീദായത്. 641 അത്. ജനങ്ങൾ അവരുടെ നേതാവായ നൊമാൻ ബിൻ മുഹാരിൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ നൊമാൻ റളിയല്ലാഹു അൻഹുവിനെ മൂടിയ തുണി മാറ്റി അദ്ദേഹത്തിന്റെ ശരീരം അവർക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹം തന്റെ ആളുകൾക്ക് വിജയം നേടിക്കൊടുത്തുകൊണ്ടാണ് ഷഹീദായത്. തന്റെ കൂടെയുള്ള മുസ്ലിങ്ങൾക്കായി അദ്ദേഹം ധാരാളം സംഭാവനകൾ നൽകാറുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ സമൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം നൽകുകയും ചെയ്തു. ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മരണം വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. നുമാൻ ഇബ്നു മുഹാരിൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം ഒരു മഹാനായ നേതാവും ഒരു വലിയ പടയാളിയുമായിരുന്നു എന്ന് കഥ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മഹാനായ നേതാവും ഒരു വലിയ പടയാളിയുമായിരുന്നു. ശരി,